ഹലോ, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയെ അവളുടെ അച്ഛൻ്റെ അരികിൽ കൊണ്ടുവിട്ടതിന് ശേഷം ഒരു മാസത്തോളം കഴിഞ്ഞിരിക്കുന്നു. രോഹിത്തിനും ബബിതയ്ക്കും കൃഷ്ണമോൾക്കും അവളെ കാണാത്തതിൽ വല്ലാതെ അസ്വസ്ഥത. അങ്ങനെ ബാലചന്ദ്രൻ്റെ അരികിൽ വന്ന് രോഹിത് ആവശ്യപ്പെടുന്നുണ്ട്, അച്ഛാ, എനിക്ക് അലീന ചേച്ചിയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന്. 1-2 ദിവസം അലീന ചേച്ചിയുടെ കൂടെ നിൽക്കാനും ആഗ്രഹമുണ്ട്. അതൊന്നും പറ്റത്തില്ല, പ്ലീസ് അച്ഛാ. ഞാൻ ഒരു കാര്യം മാത്രമല്ലേ അച്ഛനോട് ആവശ്യപ്പെടുന്നുള്ളൂ. അലീന ചേച്ചി ഒന്ന് കണ്ടാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ അവനുമായിട്ട് അങ്ങ് അലീനയുടെ സ്റ്റാലിൻ ജോസഫിൻ്റെ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോവാട്ടോ. ഈ സമയം മകനും അച്ഛനും എവിടെ പോയെന്ന് അറിയാതെ ആകെ ദേഷ്യം പിടിച്ച് വൈജ ബബിതയോടും കൃഷ്ണയോടും തട്ടിക്കയറുന്നുണ്ട്. അമ്മേ, അച്ഛനും രോഹിയേട്ടനും ഇവിടെ നിന്നല്ലേ പോയത്? അമ്മക്ക് ചോദിച്ചുടായിരുന്നോ എവിടെ പോയെന്ന കാര്യം? എനിക്ക് മനസ്സില്ലായിരുന്നു ചോദിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പം എവിടെ പോയെന്ന് പറയാൻ ഞങ്ങൾക്കും മനസ്സില്ല എന്ന് ബബിത ദേഷ്യത്തോടെ പറഞ്ഞ് മുകളിലേക്ക് കയറിപ്പോവാ. എല്ലാം കണക്കാ, അച്ഛനും മക്കളും അമ്മയെ തോൽപ്പിക്കാൻ ഇറങ്ങിയതാ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ വൈജയന്തി തൻ്റെ ബാഗും എടുത്തുകൊണ്ട് കാറിൻ്റെ കീയുമായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. നേരെ പോകുന്നത് ബാങ്കിലോട്ടാണ്. അങ്ങനെ ബാങ്കിൽ പോകുമ്പോൾ മുടിഞ്ഞ് ട്രാഫിക് ആയിരിക്കൂട്ടോ. ട്രാഫിക്കിൻ്റെ അവിടെ ഒരു ഫോണിനുള്ളിൽ നോക്കി ദേഷ്യം പിടിച്ച് വൈജ അങ്ങ് നോക്കുന്നുണ്ട്. ഈ മുടിഞ്ഞ ട്രാഫിക്ക് എപ്പോൾ തീരാനാണ് എന്നെല്ലാം പിറുപിറുത്തോണ്ട് അവൾ അതിലേക്ക് ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് തൻ്റെ സൈഡ് ഭാഗത്തെ ക്ലാസ്സിലേക്ക് നോക്കിയതും അവൾക്ക് എവിടെയോ കണ്ടു മറഞ്ഞ ഒരു മുഖം പോലെ തോന്നുന്നുണ്ട്. വീണ്ടും അവൾ ശ്രദ്ധിച്ചു നോക്കി കാറൊന്ന് പുറകിലേക്ക് എടുത്ത് അയാളെ നോക്കിയതും അവളുടെ മനസ്സിൽ ഒരു ഉൾക്കിടലം ഉണ്ടായി. 10-25 വർഷങ്ങൾക്ക് പിന്നിലോട്ട് കടന്നു പോയ പോലെ വൈജയന്തിയുടെ തല പെരുത്ത് കയറുന്ന പോലെ. എത്രയ്ക്ക് ആഗ്രഹിച്ചിട്ടും മണ്ണിട്ട് മൂടാൻ ശ്രമിച്ചിട്ടും ആ ഓർമ്മ അവളുടെ മനസ്സിലോട്ട് കൊത്തിക്കയറി വന്നു. പിന്നെ ട്രാഫിക് കഴിഞ്ഞതും വണ്ടികളെല്ലാം നീങ്ങി തുടങ്ങിയപ്പോഴൊന്നും വൈജ അറിഞ്ഞില്ല. ആരോ വന്ന് ഡോറിൽ തട്ടി കാർ എടുക്കാൻ പറഞ്ഞപ്പോഴാണ് വൈജയ്ക്ക് തൻ്റെ ബോധം തന്നെ വന്നത്. അവൾ ഓഫീസിലിരുന്നിട്ടും അവൾക്കെന്തോ മനസ്സിന് വല്ലാതെ അസ്വസ്ഥത. നേരെ ഹാഫ് ലീവ് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് തന്നെ പോന്നു. അമ്മയെ പെട്ടെന്ന് കണ്ട കൃഷ്ണ ചോദിക്കുന്നതിന്, അല്ല, അമ്മ പോയ പാട് ഇങ്ങനെ തിരിച്ചു വന്നോ? എന്താടി, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വന്നുകൂടെ? നിനക്കൊക്കെ എന്തിൻ്റെ കേടാ എന്ന് ചോദിച്ച് ദേഷ്യം പെടുന്നത്. ഈ അമ്മയ്ക്ക് ഇത് എന്ത് കാര്യം പറഞ്ഞിട്ടും കാര്യമില്ല, അമ്മയ്ക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല എന്നും ബബിതയും കൃഷ്ണമോളും കൂടെ പറയാണ്. ധിക്കാരം കണ്ടില്ലേ, വായിൽ വന്നതൊക്കെ വിളിച്ചു പറയുക. സ്വന്തം അമ്മയാണെന്ന് വിചാരം പോലും ഇല്ല. വൈജയന്തി ആരോടൊന്നില്ലാതെ പറഞ്ഞു. അമ്മയല്ലേ തുടങ്ങി വെച്ചത്? ബബിത ചോദിച്ചു. ഞാനെന്ത് ചെയ്തു? ഇന്നലെ എവിടെയായിരുന്നു എന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ. അമ്മക്ക് അച്ഛനോട് ചോദിക്കാമായിരുന്നില്ലേ? അച്ഛനല്ലേ കുടുംബനാഥം. അത് അച്ഛനേക്കാൾ വലിയ സ്ഥാനം ഈ വീട്ടിൽ അമ്മയ്ക്കാണോ? രാവിലെ ഇവിടുന്ന് പോയിട്ട് രാത്രി തിരിച്ചു വരാത്ത മകനോട് ഇന്നലെ എവിടെയായിരുന്നു എന്ന് ചോദിക്കാൻ അമ്മയ്ക്ക് എന്താ അവകാശമില്ലടി? വൈജ കയർത്തു. അച്ഛനല്ലേ രോഹിയേട്ടനെയും കൂട്ടിക്കൊണ്ടു പോയത്? ഇന്നലെ അച്ഛൻ തിരിച്ചു വന്നപ്പോൾ എന്തുകൊണ്ടാ അമ്മ ചോദിക്കാഞ്ഞത് രോഹിയേട്ടൻ എവിടെയാന്ന്? എനിക്ക് മനസ്സിലായിരുന്നു. ബബിതയുടെ നേർക്ക് എരിയുന്ന ഒരു നോട്ടം നോക്കിയിട്ട് വൈജയന്തി വെട്ടിത്തിരിഞ്ഞ് മുറിയിലേക്ക് കയറിപ്പോയി. വാതിലടച്ചു. അല്പനേരം കിടക്കയിൽ ഇരുന്നു. ദേഷ്യം അടങ്ങിയപ്പോൾ വൈജയന്തി എഴുന്നേറ്റു. രോഹിത്തിൻ്റെ നാവിൽ നിന്ന് വീണ വാക്കുകൾ ഓർമ്മയിൽ നിന്ന് അവൾ വീണ്ടും കേട്ടു. നെഞ്ചിൽ കൈവച്ച് അമ്മയ്ക്ക് പറയാൻ പറ്റുമോ അമ്മ ഒരു തെറ്റും ചെയ്തില്ലെന്ന്? സത്യസന്ധമായാണ് അമ്മ ഒരു കളങ്കവുമില്ലാതെയാണ് ഇത്രയും കാലം ജീവിച്ചെന്ന് അമ്മയ്ക്ക് പറയാൻ പറ്റും. ഇന്ന് ട്രാഫിക് ബ്ലോക്കിൽ വെച്ച് അയാളെ കണ്ടതും ആകെ തല പെരുക്കുന്ന പോലെ തോന്നി. അത് സ്റ്റാലിൻ എന്ന താൻ പ്രണയിച്ച് നടന്ന ലാളിച്ച് നിന്ന സ്റ്റാലിൻ ജോസഫ് തന്നെയല്ലേ? അയാൾ എന്തിന് ഈ നാട്ടിലേക്ക് വന്നു? ഇത്ര വർഷക്കാലം അയാൾ എവിടെയായിരുന്നു? എന്നെ ചതിച്ച് വഞ്ചകൻ എന്നെ കൂടെ കഴിഞ്ഞ് രജിസ്റ്റർ മാരേജ് ചെയ്ത് വയറ്റിലുള്ള സ്ത്രീയെയും ഉപേക്ഷിച്ച് അയാളുടെ പാടം നോക്കി മറ്റൊരു വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. അയാളെങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഇപ്പം എൻ്റെ മനസമാധാനം കളയാനായിട്ട് അയാൾ എന്തിനാണാവോ ഇങ്ങോട്ട് വന്നത്? അങ്ങനെ പല ചിന്തകളും വൈജയുടെ തലക്കുള്ളിൽ വല്ലാതൊരു വേദനയാക്കി മാറ്റി. അവളുടെ മനസ്സ് 25 വർഷങ്ങൾക്ക് മുമ്പിൽ പിന്നിലോട്ട് പോയി. ആഗ്ര കോൺവെൻറ്റും ഗംഗേട്ടനും മാലതിയുടെയും മകളുടെയും കൂടെയുള്ള ജീവിതവും സ്റ്റാലിൻ ജോസഫിൻ്റെ കോട്ടേഴ്സും സഞ്ജയ് പ്ലേസിൽ താങ്കൾ ഒന്നിച്ച് ജീവിച്ച വാടക വീടും എല്ലാം വൈജയന്തിയുടെ ഓർമ്മയിൽ ഒന്ന് കറങ്ങി തിരിഞ്ഞു വന്നു. ആഗ്രയിലെ പഠനം, ഹരിതപാർവതിയിലെ സെൻറ്റ് ജോസഫ് കോളേജ്, ഗംഗേട്ടൻ്റെ കോട്ടേഴ്സിൽ അടിക്കട്ടി വരാറുണ്ടായിരുന്ന പുന്നല്ലൂർക്കാരനായ ജൂനിയർ ഓഫീസർ, കരുത്തനും പരുക്കനുമായിരുന്ന യുവാവ്, അവധിക്ക് നാട്ടിൽ പോയി വരുമ്പോഴെല്ലാം കൊണ്ടുവരുന്നത് മാലതി ചേച്ചിക്ക് കൈമാറുന്നുണ്ടായിരുന്ന ടിന്നുകൾ. അവയിലൊക്കെയും കേടുവരാത്ത പലഹാരങ്ങളും അച്ചാറുകളും നിറച്ചിരുന്നു. പുന്നല്ലൂരിലെ തറവാട്ടിൽ നിന്ന് ഒരമ്മ തന്നെത്താൽ ഉണ്ടാക്കി ടിന്നുകളിൽ പാക്ക് ചെയ്ത് മകൻ്റെ കയ്യിൽ കൊടുത്തയക്കുന്ന വിശുദ്ധമായ അതിഥികൾ.
മകൻ അത് സുപ്പീരിയർ ഓഫീസറും വീട്ടിൽ കൊണ്ടുവന്ന് സമ്മാനിക്കുന്നത് ഗംഗേട്ടനും മാലതി ചേച്ചിയും രുചിയുള്ള കുറച്ച് പലഹാരങ്ങളും അച്ചാറുകളും കഴിച്ചോട്ടെ എന്ന് വിചാരിട്ടല്ല. അവിടെ സുന്ദരിയായ ഒരു യുവതി താമസിക്കുന്നുണ്ട്. സുപ്പീരിയർ ഓഫീസറുടെ അനുജത്തിയാണവൾ. അവളെ കാണണം, സംസാരിക്കണം. പലഹാരങ്ങളും അച്ചാറുകളും നന്നായിരുന്നോ എന്ന് മാലതി ചേച്ചിയോടാണ് ചോദിക്കുന്നതെങ്കിലും തൻ്റെ മുഖത്ത് നിന്നാണ് ഉത്തരം പ്രതീക്ഷിക്കുന്നതെന്ന് വൈജയന്തിക്ക് അറിയാമായിരുന്നു. അയാളുടെ ഓരോ വരവിലും കള്ളത്തരമുണ്ട്. ഗംഗേട്ടൻ ആ ജൂനിയർ ഓഫീസറോട് വലിയ വാത്സല്യമായിരുന്നു. ബുദ്ധിമാനാണ്, സാമർത്ഥ്യക്കാരനും. അവൻ ഉയരങ്ങൾ താണ്ടിക്കടന്നു പോകും. കുറഞ്ഞ പക്ഷം ഒരു ബ്രിഗേഡിയർ കമാൻഡറോ എങ്കിലും ആകാം. അതിലുള്ള കാലിബർ ഉണ്ട്. ഗംഗേട്ടൻ മാലതി ചേച്ചിയോട് പലവട്ടം പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അവിടുന്ന് തുടങ്ങിയ ആരാധനയാണ് എനിക്ക് അയാളോട്. ഗംഗേട്ടൻ്റെയും മാലതി ചേച്ചിയുടെയും സാന്നിധ്യത്തിൽ കൂടുതൽ സംസാരിക്കാനൊന്നും അവസരം ലഭിച്ചിരുന്നില്ല. എങ്കിലും നോട്ടത്തിൽ, ചിരിയിൽ എല്ലാം ഉണ്ടായിരുന്നു. സ്വതവേ പുരുഷപ്രകൃതമാണ്. യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത വലിയ ഉരുണ്ട കണ്ണുകൾ, കർശനമായ വാക്കുകൾ, പറയാൻ വേണ്ടി മാത്രമുള്ളതെന്ന് തോന്നിക്കുന്ന ഗൗരവം പൂണ്ട ചൂണ്ടുകൾ. ഒരു പുഞ്ചിരി എത്തുമ്പോഴേക്കും കണ്ണുകളിൽ ഭാവം താനേ മാറുന്നു. അവിടെ സ്നേഹം തിളങ്ങുകയും അഭിലാഷങ്ങൾ നീന്തുകയും ചെയ്യുന്നു. അതൊരു അത്ഭുത പ്രതിഭാസയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. തന്നെ കാണുമ്പോൾ മാത്രം എങ്ങനെയാണ് ഈ കർഷകനായ ധീര സൈനികന് സൗമ്യമായ കാമരൂപനായി മാറുന്നത്? ഗംഗേട്ടൻ മിലിറ്ററിയിൽ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മാറ്റം കിട്ടി ഡൽഹിയിൽ പോയതിനു ശേഷമായിരുന്നു സ്വതന്ത്രത്തോടെ തമ്മിൽ സംസാരിക്കാൻ ആരംഭിച്ചത്. സ്നേഹം അതിൽ ഊട്ടും പാവും നെയ്ത് തുടങ്ങിയതും അപ്പോഴായിരുന്നു. മാലതി ചേച്ചിയും ഗംഗേട്ടനും ഡൽഹിയിലേക്ക് പോയെന്ന് കാണുമ്പോൾ അവിടെ കോളേജ് പഠനമൊക്കെ ആയിട്ട് തന്നെ വൈജയന്തി അവിടെ തന്നെ കൂടി. ആഗ്രയിലെ എയർഫോഴ്സിൽ ക്യാമ്പിനടുത്ത് സെൻറ് കേസ് സ്കൂളിൽ തനിക്ക് ജോലി കിട്ടിയത് സ്റ്റാലിൻ്റെ ശുപാർശ മൂലമായിരുന്നെന്നും വൈജയന്തി ഓർത്തു. മിക്കപ്പോഴും കാണാം, സംസാരിക്കാം, ലോക്കൽ കോൾ വിളിക്കാം, കത്തുകൾ കൈമാറാം. ആ സ്നേഹബന്ധം ഒരു പടവൃക്ഷം പോലെ തളച്ചു വളരാൻ 1 വർഷമേ എടുത്തുള്ളൂ. അത് എന്തൊരു സ്നേഹമായിരുന്നു! ഊണിലും ഉറക്കത്തിലുമെല്ലാം ഒരാളെപ്പറ്റി മാത്രമാണ് ചിന്ത. എപ്പോഴും എന്തു ചെയ്യുകയാവും? ഭക്ഷണം നേരവണ്ണം കഴിക്കുന്നുണ്ടോ? ഉറക്കം ശരിക്കും കിട്ടുന്നുണ്ടോ? അങ്ങനെ പല പല ചിന്തകളായിരുന്നു. സ്റ്റാലിൻ്റെ ചില ദുശീലങ്ങളെപ്പറ്റി ഇണങ്ങിയും പിണങ്ങിയും പ്രതിഷേധിച്ചും പല അടവുകളും വയറ്റി നോക്കിയിട്ടും കലഹിച്ചിട്ടൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ വൈജയന്തിക്ക് സാധിച്ചുമായിരുന്നു. നല്ല മദ്യപാനിയായിരുന്നു. അതെല്ലാം വൈജയന്തി തന്നെ മുൻകൈയെടുത്ത് മാറ്റുകയും ചെയ്തു. ഒരിക്കൽ നേരിട്ട് തന്നെ ചോദിച്ചു, നമ്മുടെ ഈ ബന്ധം എവിടെ ചെന്നെത്തും? എല്ലായിടത്തും ചെന്നെത്തും. ഗൂഢമായ ചിരിയോടെയാണ് മറുപടി. എല്ലായിടത്തും എന്ന് വെച്ചാൽ? എത്തേണ്ടിടത്തെല്ലാം. താജ്മഹലിൻ്റെ പിൻഭാഗത്ത് യമുന നദിക്ക് അഭിമുഖമായുള്ള മാർബിൾ താളത്തിൽ ഭീകരമായ മാർബിൾ ഗോപുരത്തിൽ ചാരി തൊട്ടുരുമിരിക്കുകയാണ് രണ്ടുപേരും കൂടെ. ഒഴിവു ദിവസങ്ങളിൽ സ്റ്റാലിനോടൊപ്പം ഇങ്ങനെ ചുറ്റിക്കറങ്ങി വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു വൈജയന്തിക്ക്. ഒന്നുകിൽ ആഗ്ര ഫോർട്ടിൽ, അല്ലെങ്കിൽ താജ്മഹൽ. എത്തേണ്ടതിടത്തെല്ലാം എന്തെന്ന് വെച്ചാൽ എന്താണർത്ഥം? എനിക്കത് മനസ്സിലായില്ല. സ്റ്റാലിൻ്റെ കണ്ണുകളിലേക്കാണ് നോക്കിയാണ് വൈജയന്തിയുടെ ആ ചോദ്യം. അവിടെ ഇപ്പോൾ കുസൃതിയാണ് വിളയാടുന്നത്. എവിടെയാണ് ആദ്യം എൻ്റെ സ്നേഹം എത്തേണ്ടത്? നിന്റെ മനസ്സിൽ അത് എത്തിക്കഴിഞ്ഞല്ലോ. പിന്നെ നിന്റെ ശരീരത്തിലും എത്തിയല്ലോ. ഞാൻ ഈ പേര് മനസ്സിൽ ഓർത്ത് മതി. അപ്പോഴേക്കും ശരീരം അറിയും. ആ ശബ്ദം കേട്ടാൽ മതി. അതെൻ്റെ ചെവിയിലൂടെ കടന്ന് രക്തത്തിൽ കലർന്നു എൻ്റെ ശരീരത്തിൽ മുഴുവൻ വ്യാപിക്കും. ഓരോ രക്താണുവും പരസ്പരം പറയും, സ്റ്റാലിൻ വന്നിട്ടുണ്ട്. അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് നൃത്തം ചെയ്യാം, പാട്ട് പാടാം, നമുക്കിത് ഉത്സവമാക്കാം. സത്യമായും അങ്ങനെയായിരുന്നു. സ്റ്റാലിൻ്റെ ശബ്ദം കാതിൽ വീഴുമ്പോഴും ഒരു ഉണർവ് ശരീരമാകെ വ്യാപിക്കും. ചോരയോട്ടത്തിൻ്റെ വേഗമേറും. നിശ്ചലമായ ഒരു ബാറ്ററി ചാർജ് ചെയ്യുന്ന പോലെ വൈദ്യുതി കാന്തിക തരംഗം ഇടതുപോലെ അവളുടെ മനസ്സാകെ കുളിരി പെയ്യും. ഫോണ് വെക്കല്ലേ എന്നാണ് പ്രാർത്ഥന. അടുത്തുണ്ടെങ്കിലും അകന്നു പോകല്ലേ എന്നും. സ്റ്റാലിൻ്റെ ശബ്ദം കേട്ടാൽ സ്റ്റാലിൻ അടുത്തുണ്ടെങ്കിൽ പിന്നെ സമയത്തിന് കുതിരയുടെ വേഗമാണ്. അത് പാഞ്ഞുപോയി അങ്ങേയറ്റത്ത് ചെന്ന് നിന്നു. മുന്നറിയിപ്പ് തരും, സമയം കഴിഞ്ഞു. ഇവിടെ സംസാരിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ആളെ കണ്ട് കൊതി തീർന്നില്ല. അതിനിൽ ഒരു ദിവസം, ഒരു പകൽ പാഞ്ഞുപോയി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എൻ്റെ രക്താണുകൾ സാധാ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അവളെ തൊടണം. സ്റ്റാലിൻ ആ ഉണ്ടക്കണ്ണിലെ ഒരു കള്ളനോട്ടവുമായി പറയുകയാണ്. ആദ്യം അവളുടെ നെറുകിൽ, നെറ്റി, പുരികങ്ങളിൽ, കൺപോളകളിൽ. ഞങ്ങൾക്ക് അവളെ കടിക്കണം. ചെവിത്തട്ടിൽ, മൂക്കിന് തുമ്പിൽ, ചുണ്ടുകളിൽ, കവളിൽ, കഴുത്തിൽ. മതി, തൃപ്തിയായി നിർത്തിയേക്ക്. താൻ പരിഭവിക്കുന്നു. എനിക്ക് തൃപ്തിയായില്ല. ഞാൻ ഇതെവിടെ വെച്ചെന്നെത്തും എന്ന് ചോദിച്ചത് വേറൊന്നും അറിയാനല്ല. എന്നെ കല്യാണം കഴിക്കുമോ ഇല്ലയോ എന്ന് മാത്രം ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഒരു വാക്ക് പറഞ്ഞാൽ മതി, എനിക്ക് വിശ്വാസമാ. ഇത്രയും ചീപ്പായിട്ടുള്ള ഒരു ചോദ്യം ഞാനിതിനു മുമ്പ് കേട്ടിട്ടില്ല. നിനക്ക് എങ്ങനെ തോന്നി എൻ്റെ മുഖത്ത് നോക്കി ഇത് ചോദിക്കാൻ? താൻ എന്ത് മഹാഭാരതം ചെയ്തു എന്ന മട്ടിലാണ് പറച്ചിൽ.
ചോദിച്ച് തെറ്റായിപ്പോയോ? ഇങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നോ? തെന്നെക്കുറിച്ചുള്ള മതിപ്പ് മുഴുവൻ നഷ്ടപ്പെട്ടോ? ഇത് കാരണം എന്നോടുള്ള സ്നേഹത്തിന് കുറവ് സംഭവിക്കുമോ? വല്ലാത്തൊരു ധർമ്മസങ്കടത്തിൽപ്പെട്ട് മനസ്സൊഴുകി സ്റ്റാലിൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി വൈജയന്തി. അപ്പോഴേക്കും അടുത്ത പീരങ്കി വെട്ടി വന്നു. എൻ്റെ വീട്ടിലാരും ഈ കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് ഉറപ്പാ. പിന്നെ കൊല്ലപ്പള്ളിക്കാർ അവർ നിന്നെ പുറത്താക്കി പടിയടച്ച് പിണ്ടം കൂടി വെക്കും ഇല്ലേ? ഉവ്വെന്ന് തലയാട്ടുമ്പോഴും കണ്ണിൽ നിറഞ്ഞ് കണ്ണീർത്തുള്ളികൾ നെഞ്ചിലേക്കും കരച്ചിൽ വിങ്ങിപ്പൊട്ടുന്നുണ്ടായിരുന്നു വൈജയ്ക്ക്. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. സ്റ്റാലിൻ ഇനി എന്താണെന്ന് പറയുമെന്ന് കാതോർത്ത് ഉൾക്കിളത്തോടെ ഇരിക്കുകയാണ് വൈജ. എന്നിട്ട് പറയുന്നുണ്ട്, എന്നെ ഉപേക്ഷിച്ച് കളയരുത് എന്ന് മനമുരുകി പറയാ. നേരെ വാത്തിനൽകിൽ പോയി സാക്ഷാൽ പേപ്പറിൽ ഒപ്പിട്ട് നമ്മുടെ രണ്ടുപേരുടെ വിവാഹം അങ്ങ് രജിസ്റ്റർ ചെയ്യണം. പിതാവേ, ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചു പോയി. അന്യമതക്കാരിയാണ്. പക്ഷേ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കണം. ഞങ്ങളുടെ കല്യാണം നടത്തി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. അപ്പോൾ അദ്ദേഹം എന്തു പറയും? മകനെ, നീ നിന്റെ പെണ്ണിനെയും കൂട്ടിക്കൊണ്ടു വാ. അവളെ നിനക്ക് ഇണങ്ങുന്നതാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം. സ്റ്റാലിൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവാതെ വൈജയന്തി അയാളുടെ മുഖത്തേക്ക് നോക്കി. അതെ, കാര്യമായിട്ടാണോ? ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. നമ്മൾ ഒന്നിച്ച് റോമിൽ പോയി അദ്ദേഹത്തിന് നിന്നെ കണ്ടു. എനിക്ക് ഇണങ്ങുന്നവളാണെന്ന് ബോധ്യപ്പെടുകയും നമ്മുടെ വിവാഹം ആശീർവദിച്ചു. അതിനാൽ വലിയൊരാളില്ലേ ആ കർമ്മം നിർവഹിക്കാൻ? പോരെ, അതിനപ്പുറത്ത് എന്തെങ്കിലും ചടങ്ങ് ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഹൃദയം കൊണ്ടാണെങ്കിലും ഞാൻ തന്നെ അംഗീകരിച്ച് കഴിഞ്ഞല്ലോ. ഇനി ചടങ്ങുകൾക്ക് എന്താണ് അർത്ഥം? ആ ചുമലിലേക്ക് തല ചായ്ച്ച് ആനന്ദശ്രീകളെ എത്ര നേരം ഇരുന്നു? എന്നായിരുന്നു ആ കല്യാണം നടന്നത്? ഒരു തവണ താൻ തെല്ലും കുസൃതിയോടെ ചോദിച്ചു. എത്രയോ നാളുകൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മാസങ്ങൾക്ക് മുമ്പ്. ഇനി ഒന്നേ ബാക്കിയുള്ളൂ, നമ്മുടെ ആദ്യരാത്രി. അതും മനസ്സിൽ തന്നെ അങ്ങ് നടത്തിയാൽ പോരായിരുന്നോ? മനസ്സിലങ്ങനെ എത്രയോ ആദ്യരാത്രികൾ കഴിഞ്ഞു. മനസ്സിൽ ആദ്യരാത്രിയോളം പങ്കിട്ടുള്ളതൊന്നും സാക്ഷാൽ ആദ്യരാത്രി എന്ന് പരീക്ഷിച്ചറിയണം. ആദ്യം താൻ കരുതി കളിയായി പറഞ്ഞതാണെന്ന്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. സ്കൂളിൽ 4 ദിവസം അവധി ഉണ്ടായിരുന്നു. ഒരാഴ്ച ഹോസ്റ്റലിൽ വന്ന സ്റ്റാലിൻ തന്നെ കൂട്ടിക്കൊണ്ടുപോയത് ഹോട്ടലിലേക്കായിരുന്നു. ചോദ്യഭാവത്തിൽ സ്റ്റാലിൻ്റെ മുഖത്തേക്ക് നോക്കിയതേയുള്ളൂ. മറുപടി വന്നു. അടുത്ത 4 ദിവസം നമ്മൾ ഇവിടെ തന്നെ താമസം. ഡൽഹിയിലെ എൻ്റെ അടുത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ മതി. ഹോസ്റ്റലിൽ നിന്ന് ഞാനും 4 ദിവസത്തെ ക്യാഷ്വൽ ലീവ് എടുത്തു. സുപ്പീരിയർ ഓഫീസറോട് കള്ളം പറയേണ്ടി വന്നു. താൻ സ്റ്റാലിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. സ്റ്റാലിൻ ഉടൻ പറഞ്ഞു, വേണ്ടെങ്കിൽ എല്ലാം ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ചെയ്യണോ? താൻ ഒന്നും മിണ്ടാതെ മൗനത്തോടെ നോക്കി നിന്നു. എന്നെങ്കിലും ഇത് തുടങ്ങി വെച്ചല്ലേ പറ്റൂ. അതിൻ്റെ ഉദ്ഘാടനം ഇന്നായിക്കോട്ടെ. കുറച്ച് വൈകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല, നഷ്ടമേ ഉള്ളൂ. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. നീ നിൻ്റെ ഏട്ടൻ്റെ അടുത്തേക്ക് ഡൽഹിയിലേക്ക് പോയിന്നേ. അവിടെ നിൻ്റെ ഹോസ്റ്റലിലുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാൽ മാത്രം മതി. നമുക്ക് ഈ ഹോട്ടലിൽ തങ്ങാനേ. സ്റ്റാലിൻ പറഞ്ഞുകൊണ്ടിരുന്നു. എതിർക്കാൻ താൻ അവകാശമായിരുന്നില്ല. വീണ്ടും വിചാരത്തിന് അർത്ഥമില്ല. ആരെങ്കിലും ബോധ്യപ്പെടുത്താനോ കൂടുതലായി ഒന്നും പ്രതീക്ഷിക്കാനോ ഇല്ല. സ്റ്റാലിൻ എല്ലാ വിശ്വാസവും അർപ്പിച്ചു കഴിഞ്ഞിരുന്നു വൈജ. അങ്ങനെയൊക്കെ ചിന്തിച്ചുവെങ്കിലും രാത്രിയാവാൻ ഒരു വേവലാതി അലാടാൻ തുടങ്ങി. പിടിവള്ളിയില്ലാത്തതുപോലൊരു തോന്നൽ. കാലുറക്കാത്ത ഒരു ശൂന്യതയിലേക്ക് താങ്ങി നിൽക്കുമ്പോഴാണ് സ്റ്റാലിൻ്റെ കൈത്താങ്ങ് ആ പിടിവിട്ടു പോയാൽ അഗ്നിപരീക്ഷം പോലെ അവളാകെ വീഴ്ച. സ്റ്റാലിൻ ഇല്ലാതെ ഒരു നിമിഷം പോലും തനിക്കാവില്ലെന്ന് വൈജയന്തി തിരിച്ചറിയുകയായിരുന്നു. രാത്രി ഭക്ഷണം കഴിഞ്ഞ് ബാൽക്കണിയിൽ വന്ന് നിൽക്കുകയാണ്. അഴകുചാൽ പോലെ ആ കറുത്ത നട നിലവത്ത് കാണാം. ആ കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നുകൊണ്ട് സ്റ്റാലിൻ താജ്മഹലിൻ്റെ ആഗ്ര ഫ്ലോട്ടും കാട്ടിത്തന്നു. യമുന നദിക്ക് അവിടെ അർത്ഥകൃതമായ ഒരു വളവുണ്ട്. അവസാന കാലത്ത് ആഗ്രക്കോട്ടിൽ തടവുകാരനായിരുന്നു ഷാജഹാൻ. അങ്ങനെ ഷാജഹാൻ്റെയും മുംതാസിൻ്റെ എല്ലാം കഥ പറഞ്ഞ് അവർ പ്രണയിക്കുകയായിരുന്നു. സ്റ്റാലിൻ തൻ്റെ അരികിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഷാജഹാൻ ചക്രവർത്തി മരണം വരെ തടവിൽ കിടന്ന സ്ഥലം ആഗ്ര ഫോർട്ടിലെ പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പല പല കഥകളും സ്റ്റാലിൻ വൈജയുടെ മനസ്സിൽ കാതിലൂടെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആദ്യമായിട്ടാണ് ഒരു പുരുഷൻ്റെ ഊഷ്മള സ്പർശനം, ആദ്യമായിട്ടാണ് അത്തരം ചുടുചുംബനങ്ങൾ, ആദ്യമായിട്ടാണ് കരലാളങ്ങൾ പൊട്ടിത്തെറിച്ചും പൂത്തുവിടർന്നും ആകത്താൽ കൂമ്പിപ്പോയി. അന്നായിരുന്നു അവരുടെ ആദ്യ രാത്രി. ജയന്തി യമുനയുടെ മറുകരയിൽ നിന്ന പോലെ വിദൂരമെങ്കിലും സ്നേഹപരമായ വെളിയൊച്ച. നെട്ടിയുടനെ ചുറ്റും വീഴ്ച നോക്കി. എവിടെയാണ് താൻ? ഏതോ പുരുഷൻ്റെ കരവേലത്തിനുള്ളിൽ ആ ചുമലിൽ മുഖമമർത്തി നെട്ടിപ്പിടഞ്ഞ് മാറിയത് ഓർമ്മിക്കുന്നു. പിന്നെയാണ് സലകലാബോധം വീണ് കിട്ടിയത്. തൻ്റെ പുരുഷനാണ്. അവൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങിയതാണ്. അവനാണ് അണച്ചു പിടിച്ചിരിക്കുന്നത്. സ്നേഹമായ തലോടൽ. അങ്ങനെ അവരുടെ ആദ്യ രാത്രിയും കല്യാണവും മേളവും പാലും പൂക്കളും ഒന്നുമില്ലാതെ ആ ഹോട്ടൽ റൂമിൽ വെച്ച് അവരുടെ ആദ്യ രാത്രി നടക്കുകയായിരുന്നു. അതെല്ലാം വൈജയന്തി കൺകോളിലൂടെ ഓർത്തെടുത്തു.
4 ദിനയാത്രകൾ, അത് കഴിഞ്ഞുള്ള വേർപാടായിരുന്നു ദുസ്സഹായം. അവൻ്റെ സ്വരം കേൾക്കാതെ, അവൻ്റെ സ്പർശനം അറിയാതെ, അവൻ്റെ വിയർപ്പിൻ്റെ ഗന്ധമേൽക്കാതെ ഇനി ഉറങ്ങാൻ വയ്യ. വീണ്ടും അവധി ദിവസങ്ങൾക്കായിട്ട് രണ്ടുപേരും കാത്തിരുന്നു. എന്തു വേണം? സ്റ്റാലിൻ അവളോട് ചോദിക്കുമ്പോൾ, തനിക്കൊന്നും വേണ്ട. അവൻ്റെ ഇഷ്ടങ്ങളാണ് തൻ്റെയും ഇഷ്ടം. അവൻ്റെ നിശ്വാസമാണ് തൻ്റെയും പ്രണയവായു. അവൻ്റെ കൈക്കുടന്നയിൽ അർപ്പിച്ച പൂജപുഷ്പമാണ് തൻ്റെ ജീവനും ആത്മാവുമെല്ലാം. വളരെ വിലപിടിപ്പുള്ള ഒരു കളിപ്പാട്ടം കിട്ടിയ കുട്ടിയെപ്പോലെയായിരുന്നു അവന്. അഭിമാനത്തോടെ അവൻ അങ്ങനെ രസിച്ചു. വളരെ രൂക്ഷമയോടെ കാത്തു സൂക്ഷിക്കുന്ന ഒന്നായിരുന്നു വൈജ. ഗർഭിണിയായി കഴിഞ്ഞുവോ എന്ന സംശയം തന്നെ വല്ലാതെ പേടിപ്പിച്ചിരുന്നു. സ്റ്റാലിനോട് അക്കാര്യം പറഞ്ഞപ്പോൾ, ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണല്ലോ എന്നായിരുന്നു മറുപടി. മറ്റുള്ളവർക്ക് സംശയം തോന്നുന്നിടത്തോളം കാലം ജോലിയിൽ തുടരാനും നിർദ്ദേശിച്ചു. അതോടെ മനസ്സിൻ്റെ പേടി നീങ്ങി. തൻ്റെ പുരുഷനുണ്ട് കൂടെ. ധീരനാണവൻ. പ്രതിസന്ധികൾക്ക് തന്നെ പൊരുതുന്നവനാണ്. അവനൊരിക്കലും തന്നെ ഉപേക്ഷിക്കില്ല. അവൻ്റെ തണലിൽ നിൽക്കുമ്പോൾ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. കഷ്ടിച്ച് 5 മാസം. സിസ്റ്റർ ജൂലിയാൻ ടീച്ചറാണ് ആദ്യം ഒരു സംശയം പറഞ്ഞത്. ജയന്തി കൂടുതൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? വയറിന് വലിപ്പം തോന്നുന്നല്ലോ. നെട്ടിപ്പോയി. ഒന്ന് ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാ. എന്തെങ്കിലും ഇന്റീരിയർ കൊണ്ടെങ്കിൽ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ. അവിയായത് പെൺകുട്ടി ഗർഭിണിയാണോ എന്ന് സംശയിക്കുന്നത് തെറ്റാണല്ലോ എന്ന് വിചാരിച്ചിട്ടാവും സിസ്റ്റർ അങ്ങനെ ഒരു സൂചന നൽകിയിരുന്നത്. സ്റ്റാലിനോട് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ റിസൈൻ ചെയ്തു കൊള്ളാമെന്ന് നിർദ്ദേശം. പിന്നെ ഒന്നും ആലോചിച്ചില്ല. വിവാഹാലോചനയുണ്ടെന്നും അതിൻ്റെ നാട്ടിലേക്ക് മടങ്ങുകയാണെന്നും സ്കൂൾ അധികൃതരെ ധരിപ്പിച്ചു. ജോലി രാജിവെച്ചു. എല്ലാ പ്ലാനിങ്ങും സ്റ്റാലിനുടേതായിരുന്നു. ആഗ്രയിൽ തന്നെ ഒരു സബ് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് താൽക്കാലിക വിവാഹ കരാർ എഴുതി ഒപ്പിട്ടു. ഒന്നിച്ച് താമസിക്കേണ്ടി വരുമ്പോൾ മറ്റു തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു ആ ഉടമ്പടി. ആഗ്രയിൽ നിന്ന് അകന്ന് സഞ്ജയ് പ്ലേസിൽ സ്റ്റാലിൻ്റെ ഒരു വാടക വീട് എടുത്തിരുന്നു. ഒരു വീടിൻ്റെ ഹോട്ട് ഹൗസായിരുന്നു ഉപയോഗിച്ചിരുന്ന സ്ഥലം. ചെറിയ വീടാണെങ്കിലും വേണ്ട സൗകര്യങ്ങളൊക്കെയുമുണ്ട്. പക്ഷേ സ്റ്റാലിൻ കൂടെ വന്ന് തുടർച്ചയായി താമസിക്കാൻ പറ്റില്ല. കൂട്ടിന് ഒരായെ ഏർപ്പാടാക്കി. അതെ, വീട് വളപ്പിൽ തന്നെയാണ് ഹൗസ് ഓണറും കുടുംബവും താമസിക്കുന്നത്. ആകെയുള്ളത് ആ ഒരു വിഷമമേ ഉള്ളൂ. സ്റ്റാലിൻ കോട്ടേഴ്സിലാണ് താമസം. താനും ആയും വാടക വീട്ടിലും. നിയമസമ്മത വിവാഹം നടത്തിയാൽ മാത്രമേ സ്റ്റാലിന് കോട്ടേഴ്സിലേക്ക് തന്നെ കൂടി താമസിപ്പിക്കാൻ പറ്റുള്ളൂ. ആ ദിവസങ്ങളിൽ സ്റ്റാലിൻ്റെ ദേഹഗന്ധമുള്ള ഷർട്ടണിഞ്ഞും കൊണ്ടാണ് താൻ കിടന്നത്. അതൊരു ആശ്വാസമാണ്, രക്ഷാകവചമാണ്, സ്നേഹസമീപമാണ്. ആ ഷർട്ട് അണിയുമ്പോൾ സ്റ്റാലിൻ്റെ ബന്ധപ്പെട്ട എല്ലാ സ്മരണകളും ഉണരും. സിഗരറ്റിൻ്റെ മണം, വിയർപ്പിൻ്റെ ഉപ്പ്, സ്പർശനത്തിൻ്റെ ചൂട് എല്ലാം. പകൽ വേളയിൽ സ്റ്റാലിൻ വരും. അതിന് ലീവ് എടുക്കേണ്ട. ചില ദിവസങ്ങളിൽ സദ്യ വരെ തന്നോടൊപ്പം ഇരിക്കും. തൻ്റെ പുനരിലെ കൂട്ടിക്കൊണ്ടുപോയി ഇടവകപ്പള്ളിയിൽ വെച്ച് താലി കെട്ടി വിവാഹബന്ധം സാധുവാക്കണമെന്നൊരു ആഗ്രഹം സ്റ്റാലിനുണ്ടായത് അക്കാലത്തായിരുന്നു. ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ്. ജനിക്കുന്ന കുഞ്ഞിന് സമൂഹത്തിൽ അംഗീകാരം വേണം. ആ കുഞ്ഞിൻ്റെ പേരിൽ മുമ്പ് മതത്തിൻ്റെതായ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. കുറേ അധികം സമ്മർദ്ദം ചെലുത്തിയിട്ടാണെങ്കിലും വീട്ടുകാരൊക്കെ കൊണ്ട് ഇങ്ങനൊരു വിവാഹം അംഗീകരിപ്പിക്കാൻ സാധിക്കും എന്നൊരു വിശ്വാസം സ്റ്റാലിനുണ്ടായിരുന്നു. തൻ്റെ വയറാണെങ്കിലും വലിപ്പം വെച്ച് വരികയാണ്. ആയ ഒരു മറാത്തി പെണ്ണായിരുന്നു. പേര് സോനാലി. അവൾ പറയും മേസാബിൻ്റെ വയറ്റിൽ ഒരു പെൺകുഞ്ഞാണെന്ന്. അതുകൊണ്ടാണ് വയറിൽ ഇത്രയും വലിപ്പം കൂടുതലെന്ന്. അവൾ ലക്ഷണവും പറഞ്ഞു. അതേപ്പറ്റി സ്റ്റാലിനോട് പറഞ്ഞപ്പോൾ അവളുടെ പ്രവചനം ശരിയായി വരട്ടെ എന്നായിരുന്നു സ്റ്റാലിൻ്റെ പ്രതികരണം. തനിക്ക് ആൺകുഞ്ഞ് തന്നെ വേണമെന്നായിരുന്നു ആഗ്രഹം. സ്റ്റാലിനെ പോലെ ഗൗരവവും പ്രകൃതക്കാരനായ സ്നേഹധനായ ധീരനും കരുത്തനുമായിരിക്കണം അവൻ. പക്ഷേ സ്റ്റാലിക്ക് പെൺകുട്ടിയോടാണ് താല്പര്യം എന്നറിഞ്ഞപ്പോൾ ആ ഇഷ്ടം നിറവേറ്റിക്കൊടുക്കണേ എന്നായിരുന്നു പ്രാർത്ഥന. വലിപ്പം വെച്ച് വരുന്ന വയറിനോടുള്ള ചെറു ചലനങ്ങളും ആരംഭിച്ചിരുന്നു. ആയ പറയും, മേം സാബ് സമാധാനമായിട്ടിരിക്കണം. എപ്പോഴും സന്തോഷം വേണം. ഒട്ടും വിഷമിക്കുക, ആരോട് ദേഷ്യം വിചാരിക്കുക ഒന്നും ചെയ്യരുത്. സ്വന്തം പുരുഷനെ സ്നേഹത്തോട് സ്മരിച്ചുകൊണ്ടിരിക്കണം. അമ്മയുടെ വികാരവിചാരങ്ങൾ വയറ്റിലുള്ള കുട്ടിയെയും സ്വാധീനിക്കും. സ്നേഹവും ക്ഷമയും സത്യസന്ധതയുമുള്ള ഒരു കുട്ടി പിറക്കണമെങ്കിൽ ഗർഭകാലം മുഴുവൻ അമ്മ അതേ ഗുണത്തോടു കൂടെ ഇരിക്കണം. തൻ്റെ കുഞ്ഞ് ജനിക്കുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കണേ എന്നൊരു തീവ്രമായ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ആയുടെ പ്രവചനം ശരിയാകുകയും സ്റ്റാലിൻ കൊതിച്ചതുപോലെ ഒരു പെൺകുഞ്ഞ് പിറക്കുകയും ചെയ്താൽ അവൾ സൽഗുണങ്ങളുടെ ആയ ഒരു പെൺകുട്ടിയായിരിക്കണമെന്ന്. അവൾ ക്ഷമയോടും ശാന്തശീലയും സ്നേഹം നിറഞ്ഞവളുമായിരിക്കണം. അങ്ങനെ ഒരു മകളെ കിട്ടിയതിൽ സ്റ്റാലിൻ എന്നും അഭിമാനിക്കണം. ആ മുഖത്ത് വിടരുന്ന സന്തോഷം കണ്ടാൽ മാത്രം മതി തനിക്ക്. അതൊരു തപസ്സായിരുന്നു. തനിയെ ഇരിക്കുമ്പോഴെല്ലാം തൻ്റെ ഉദരത്തിൽ കിടന്ന് ചലനം കൊള്ളുന്ന കുഞ്ഞിനോട് താൻ പതിയെ സംസാരിക്കുമായിരുന്നു. വൈജയന്തി ഇപ്പോൾ ഓർത്തു. അവൾക്കു വേണ്ടി ചില താരാട്ടുപാടുകൾ മൂളുമായിരുന്നു. വയറിനു മീതെ മൃദുവായി തടവിക്കൊടുക്കുമ്പോൾ അവൾ ഉള്ളിൽ കിടന്ന്
കൈകാൽ അനക്കുകയും വയറിൻ്റെ ചില ഭാഗങ്ങളിൽ ആ ചലനം കാണാം. സ്റ്റാലിൻ വരുമ്പോഴെല്ലാം താൻ കാണിച്ചു കൊടുക്കുമായിരുന്നു. സ്റ്റാലിൻ തൻ്റെ വയറിന് മുകളിൽ വിരൽ നടിച്ചു വിളിക്കും. സ്റ്റാലിൻ്റെ ശബ്ദം കേട്ടാൽ ഉടൻ അകത്തുനിന്ന് പ്രതികരണം ഉണ്ടാകുമായിരുന്നു. വയറിനുള്ളിൽ കിടന്ന മകളും പുറമേ നിന്ന് അച്ഛനും തമ്മിൽ കൈമാറുന്ന ചില സിഗ്നലുകൾ കളികളും അത്ഭുതത്തോടെയാണ് നോക്കിയിരുന്നത്. അന്ന് ലീവ് കിട്ടി ഉടൻ സ്റ്റാലിൻ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. വിവാഹക്കാര്യം വീട്ടിൽ സംസാരിക്കുകയും എന്നത് മാത്രമായിരുന്നു യാത്ര മുഖ്യം. ആഡംബരവും ആർഭാടവും ഒന്നും വേണ്ട. പള്ളിയിൽ വെച്ച് താലി കെട്ടുന്ന ചടങ്ങ് നടത്തണം. ഇടവക വികാരി അത് ആശീർവദിക്കണം. പള്ളിയിലെ വിവാഹ രജിസ്റ്റർ സ്റ്റാലിൻ വൈജയന്തി തമ്മിലുള്ള വിവാഹം രേഖപ്പെടുത്തണം. അത്രേ വേണ്ടൂ. അതിനുള്ള ഒരുക്കങ്ങളോടെല്ലാം നടത്തിയിട്ട് സ്റ്റാലിൻ മടങ്ങി വരും. വിഷമിക്കരുത്. കൂടി വന്നാൽ 10 ദിവസം അതിനകം തിരിച്ചെത്തും. തനിക്ക് പോരായ്മയും തോന്നാതിരിക്കാൻ വേണ്ടതെല്ലാം ചെയ്തിട്ടാണ് സ്റ്റാലിൻ കേരളത്തിലേക്ക് വണ്ടി കയറിയത്. ആയെല്ലാം ഭാരമേൽപ്പിച്ചിരുന്നു. വീട്ടുടമയും ഭാര്യയുമായ ഊഷ്മളമായ സ്നേഹബന്ധമുണ്ടായിരുന്നാൽ എല്ലാ കാര്യത്തിലും പ്രത്യേക ശ്രദ്ധ വേണമെന്നും സ്റ്റാലിൻ അവരെ ശട്ടം കെട്ടിയിരുന്നു. സ്റ്റാലിൻ വിളിച്ചാൽ വിളി കേൾക്കാത്ത അകലത്തിലേക്ക് പോയല്ലോ എന്നോർത്തപ്പോഴേക്കും അതിഭയമായ ഒരു വിഷാദം മനസ്സിൽ അലയടിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് തന്നെ മനസ്സിൽ ആശ്വസിപ്പിക്കും. കൂടിയാൽ 10 ദിവസം അതിനുള്ളിൽ തിരിച്ചെത്തും. താൻ സങ്കടപ്പെടാനോ ആശങ്കപ്പെടാനോ പാടില്ല. അത് തൻ്റെ കുഞ്ഞിനെ പ്രകൃതിയെ അവൾ ഭൂമിയിലേക്ക് ജന്മം പതിച്ചു കൊടുക്കാനുള്ള അവസാന മിനുക്കുപണികൾ നടത്തുകയാണ്. പൊന്നൂരിൽ ചെന്ന ശേഷം സ്റ്റാലിൻ ഒരു തവണ വിളിച്ചു. ഹൗസ് ഓണറുടെ ഫോണിലേക്കാണ് കോൾ വന്നത്. STD ഇല്ല, മൊബൈലില്ല. ട്രാക്ക് കോൾ ബുക്ക് ചെയ്ത് വിളിക്കുകയാണ്. പിന്നീട് വിളിയൊന്നുമില്ല. ഒരു ദിവസം വാതിൽ ആരോ തട്ടുന്നു കേട്ട് സ്റ്റാലിനാണെന്ന് കരുതി താൻ ചെന്ന് വാതിൽ തുറന്നു. കൺമുമ്പിൽ കാഴ്ച നടുങ്ങി തെറിച്ചു നിന്നു. ഗംഗേട്ടനും ശിവേട്ടനും നേരെ മുമ്പിൽ. വീട്ടുവാതിലും തട്ടുന്ന ശബ്ദം വൈജയന്തി ഒരിക്കൽ കൂടി നെട്ടി. വാതിലാരോ ഇടിക്കുന്നുണ്ട്. വൈജയന്തി വർത്തമാനത്തോടെ എല്ലാം തിരിച്ചു വന്നു. അമ്മേ അമ്മേ എന്തൊക്കെ ഓർത്ത് മെല്ലെ മയങ്ങുകയായിരുന്നു തൻ്റെ പ്രണയകാലങ്ങൾ. ബബിത ഒച്ച വെച്ചു. വൈജയന്തി സമുചിതം വീണ്ടെടുത്തു ശ്രമിച്ചുകൊണ്ടിരുന്നു. വാതിൽ നേർക്ക് ചെന്നു. വാതിൽ തുറന്നപ്പോൾ ആശങ്കയോടെ ബബിത, അമ്മ എന്താ വാതിലടിച്ച് ബോളിട്ടത്? ഇതാണ് തർക്കുത്തരം. എനിക്കിഷ്ടമുണ്ടായിട്ട് നീ ആരാത് ചോദിക്കാൻ? നിനക്കിപ്പോൾ എന്തു വേണം? നേരെ ഇരുട്ടി. ഇതെന്താ ഭാർഗവി നിലയമോ? എങ്ങും ലൈറ്റുമില്ല, ഒച്ചയുമില്ല, വിളക്കും വെച്ചിട്ടില്ല. വൈകുന്നേരത്തെ ചായയും കിട്ടിയില്ല. അപ്പോഴേക്കും വൈജയന്തിക്ക് ശരിക്കും സകലബോധം വന്നത്. താൻ എവിടെയായിരുന്നു ഇതുവരെ? എന്നാൽ വൈജയന്തി അവളുടെ നേരേക്ക് നീ നിന്റെ പണി നോക്ക് ബബി എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും വൈജയന്തി തൻ്റെ പഴയ ഓർമ്മകളിലേക്ക് പോയി. അന്ന് ശിവേട്ടനും ഗംഗേട്ടനും കൂടെ വന്നിട്ട് തന്നെ ആ കോട്ടേഴ്സിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരായിരുന്നു. സ്റ്റാലിൻ ജോസഫിനെ കണ്ട് സംസാരിച്ച് അവരുടെ വീട്ടുമായി ഒരു ദമ്മേതിലെത്തി നിങ്ങളുടെ വിവാഹം നടത്തി തരാമെന്നും ഇപ്പം നീ പൂർണ്ണ ഗർഭിണിയായില്ലേ, ഒരിക്കലും നിങ്ങളുടെ വിവാഹം നടക്കാതെ ഞങ്ങൾ നിന്നെ ചതിക്കുകയില്ലെന്ന് വാക്കുകൊടുത്ത് അവളെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആരും അറിയാതിരിക്കാനായിട്ട് അമ്മാവൻ രാമുണ്ണിമാവൻ്റെ വീട്ടിലേക്കാണ് അവളെ കൊണ്ടുവന്നത്. അവിടുന്ന് അവൾക്കാണെങ്കിലോ വല്ലാതെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. ആ ഒരു സമയത്താണ് പുന്നല്ലൂരിലെ അവൻ്റെ വീട്ടുകാരും ഇവരും കൂടെ ചേർന്ന് ഒരു ഒത്തുകളി നടന്നത്. വൈജയന്തിയെ ചതിക്കുമായിരുന്നു. സ്റ്റാലിൻ ഈ സമയത്ത് ഒരു ആക്സിഡൻറ്റ് മൂലം വല്ലാതെ ഒരു അവശ നിലയിൽ കോമ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. സ്റ്റാലിനോ ഒന്നും അറിയില്ല. 1 വർഷത്തോളം അങ്ങനെ ഹോസ്പിറ്റലും വീടുമായിട്ട് സ്റ്റാലിൻ കഴിഞ്ഞിരുന്നു. ആ ഒരു സമയത്ത് 2 വീട്ടുകാരും കൂടെ ചേർന്ന് 2 പേരും കൂടെ ചതിക്കായിരുന്നു. സ്റ്റാലിൻ്റെ വിവാഹം മറ്റൊരു പെൺകുട്ടിയുമായി കഴിഞ്ഞെന്ന് പറഞ്ഞ് ഒരു കല്യാണിക്കുറി കിട്ടുമ്പോഴാണ് വൈജയന്തി ഞെട്ടിപ്പോകുന്നത്. തന്നെ ചതിച്ചുവെന്ന് അവൾക്ക് മനസ്സിലാവാണ് കേട്ടോ. അപ്പോഴേക്കും അവളുടെ കുഞ്ഞിന് പ്രസവം എടുത്തിരുന്നു. അവളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ചേർന്ന് അതിനെ അനാഥയത്തിലാക്കി. ആ ഒരു കുഞ്ഞിനെ ഒരു നോക്ക് പോലും കാണാൻ വേണ്ടി വൈജയന്തിയെ സമ്മതിച്ചില്ല. ഒരു സിസ്റ്ററുടെ അടുത്ത് നിന്നാണ് കുഞ്ഞ് പെൺകുഞ്ഞായിരുന്നു എന്ന കാര്യം വൈജയന്തി അറിയുന്നത്. സ്റ്റാലിൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരണമെന്ന് അവൾ ആഗ്രഹിച്ചു. അന്നേരത്താണ് സ്റ്റാലിൻ മറ്റൊരു വിവാഹം കഴിഞ്ഞുവെന്ന് അവൾ അറിയുന്നത്. ചതിയുടെയും വഞ്ചനയുടെയും ലോകത്തെ അവൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ഒരാളാണ് തന്നെ ചതിച്ചെന്നറിഞ്ഞപ്പോൾ അവൾ ഹൃദയം പൊട്ടിക്കരഞ്ഞു. പിന്നീട് 1 വർഷക്കാലം അമ്മാവൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. ആ സമയത്താണ് ബാലചന്ദ്രനുമായിട്ടുള്ള ഒരു വിവാഹത്തിൻ്റെ വിവാഹാലോചന വന്നത്. എല്ലാ ദേഷ്യവും കടിച്ചമർത്തി തനിക്കിനി ആരെയും സ്നേഹിക്കാനാവില്ലെന്ന് വൈജയന്തി മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വാശിയും തേക്കാനായിട്ട് തന്നെ ബാലചന്ദ്രനുമായിട്ടുള്ള വിവാഹത്തിന് അവൾ സമ്മതം മൂളുകയായിരുന്നു. ആദ്യം ഒരു എതിർത്തെങ്കിലും കരഞ്ഞ് കാല് പിടിച്ചെങ്കിലും അവളുടെ ആങ്ങളമാരും അമ്മയും അച്ഛനും സമ്മതിച്ചില്ല. വൈജയെ മറ്റൊരു വിവാഹം കഴിക്കാതെ ഇരിക്കാൻ അവളെക്കൊണ്ട് സമ്മതിപ്പിച്ചില്ല. അങ്ങനെയാണ് ബാലചന്ദ്രൻ്റെ ജീവിതത്തിലേക്ക് വൈജ കടന്നു വരുന്നത്. ദേഷ്യവും നിന്ദയും അഹങ്കാരം കൊണ്ട് അവളുടെ മനസ്സും അവളുടെ ജീവിതം കൊണ്ട് അവളെ തന്നെ മാറ്റിമറിച്ചിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് സ്റ്റാലിൻ്റെയും വൈജയുടെയും പ്രണയകാലം. പിന്നീട് 2 പേരും 2 വഴിയിലായി.
വൈജിയും ബാലചന്ദ്രനും വിവാഹിതരായ പോലെ സ്റ്റാലിനും ഒരു കുടുംബമുണ്ടായി. അലീന തൻ്റെ മകളാണെന്നും താൻ പ്രസവിച്ച കുട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യവും വൈജയ്ക്കറിയില്ല. ഇപ്പോൾ അലീന തൻ്റെ മകളാണെന്ന് ആര് പറഞ്ഞാലും വൈജ വിശ്വസിക്കാനും പോകുന്നില്ല. പല സൂചനകളും വൈജയെ കിട്ടിയെങ്കിലും അലീന തൻ്റെ മകളാണെന്ന് അവൾക്കൊരിക്കലും അംഗീകരിക്കാനാവുന്നില്ലായിരുന്നു. അങ്ങനെയായിരിക്കെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലാവാണ്. വീണ്ടും മരണത്തോട് മല്ലടിക്കാണ് ബാലചന്ദ്രൻ. താൻ ഇനിയും ആ രഹസ്യം മറച്ചു വെക്കാനാവില്ല. വൈജയുടെ പതനം അവളുടെ മുഖത്ത് നോക്കി അവളുടെ രഹസ്യങ്ങളെല്ലാം തനിക്കറിയാമെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ ബാലചന്ദ്രൻ മരണക്കിടക്കയിൽ വെച്ചിട്ടാണ് വൈജിയോട് നിന്റെ മകൾ അലീനയാണെന്നും നീ ഇത്രയും നാൾ ചവിട്ടിയരച്ചത് സ്വന്തം മകളെയാണെന്നും വെളിപ്പെടുത്തുന്നത്. വിശ്വസിക്കാനാവാതെ മാനസിക തെറ്റിയ പോലെയാണ് വൈജ പിന്നീടുള്ള ദിവസങ്ങൾ. അതിനിടയിൽ ബാലചന്ദ്രൻ മരണത്തിന് കീഴടങ്ങി. ബാലചന്ദ്രൻ്റെ ഇല്ലായ്മയും ആകപ്പാട് വൈജി തകർത്ത് കളഞ്ഞിരുന്നു. എല്ലാവരും തന്നെ പറഞ്ഞു പറ്റിക്കുകയാണ്. അങ്ങനെ ഗംഗാധര മേനോനും മാലതിയും കൂടെ വൈജയെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. മനോനില തെറ്റി വൈജ ഹോസ്പിറ്റലായിരിക്കും. വൈജയോട് സംസാരിക്കുന്നതിന് എല്ലാവരും കൂടെ ചേർന്ന് എന്നെ പറഞ്ഞു പറ്റിക്കുമായിരുന്നല്ലേ, എൻ്റെ മകൾ എവിടെ, മരിച്ചുപോയെന്ന് പറഞ്ഞ എൻ്റെ മകൾ എവിടെ എന്ന് ചോദിച്ച് വല്ലാതെ ഒരവസ്ഥയിൽ അവർക്ക് മുമ്പിൽ അലറി വിളിക്കാണ്. വൈജി, ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്ക്. നിന്റെ മകൾ മരിച്ചു പോയിട്ടില്ല. അന്ന് നിന്റെ ജീവിതം സുരക്ഷിതമാക്കാം ഞങ്ങൾക്ക് അങ്ങനെ ഒരു കള്ളം പറഞ്ഞു. എൻ്റെ ജീവിതം സുരക്ഷിതമാക്കിയെന്നോ? എന്നിട്ടിപ്പോൾ എന്തുണ്ടായി? എൻ്റെ ഭർത്താവ് മരിച്ചു പോയില്ലേ? ഈ വൈജ വീണ്ടും തനിച്ചായില്ലേ? അന്ന് ഞങ്ങൾ നിന്റെ നല്ല ഭാവിയെ ഓർത്തു. അല്ല, നിങ്ങൾക്കെല്ലാവർക്കും ദുരഭിമാനമായിരുന്നു. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ നിങ്ങൾ നാണം കെടാൻ പാടില്ല. ഒരു അന്യമതസ്ഥനെ ഞാൻ സ്നേഹിച്ചതായിരുന്നു നിങ്ങളുടെ തെറ്റ്. അയാൾ മറ്റൊരു വിവാഹം കഴിച്ചെന്ന് പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടെ എന്നെ വിശ്വസിപ്പിച്ചു. അയാളെയും അതുപോലെ തെറ്റിദ്ധരിച്ചു. യഥാർത്ഥ കുറ്റവാളികൾ നിങ്ങളാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് വൈജ അവർക്ക് നേരെ വിരൽ ചൂണ്ടുകയാണ്. നിങ്ങളെ ഞാൻ കോടതിയിൽ കയറ്റും, നിങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ വാങ്ങിത്തരും എന്ന് പറയുന്നുണ്ട്. ആ സമയം അലീനയും കൂട്ടിയിട്ട് അങ്ങോട്ട് സ്റ്റാലിൻ വരുന്നുണ്ട്. അലീനയെ കൂട്ടി അലീനക്കാണിലോ തൻ്റെ അമ്മയുടെ അവസ്ഥ കണ്ട് നെഞ്ചു പൊട്ട. ആദ്യമായുള്ള അമ്മ എന്ന് വിളിക്കുമ്പോൾ സ്തംഭനം പോലെ അവിടെ നിന്നു പോവാണ് വൈജ. ഒരുപാട് ദ്രോഹിച്ചവളാണ്. തൻ്റെ കൺമുമ്പിലുണ്ടായിട്ടും ഞാൻ അവളെ അറിഞ്ഞില്ല. അവളാണ് തൻ്റെ മകൾ. ആരൊക്കെ പറഞ്ഞാലും തനിക്ക് വിശ്വാസമില്ലായിരുന്നു. സ്റ്റാലിൻ അവിടേക്ക് വന്ന് വൈജയോട് പറയുന്നുണ്ട്, വൈജെ, ഇത് നമ്മുടെ മകളാ, എനിക്കും നിനക്കും ജനിച്ച മകള്. നമ്മളിവളെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഇവൾ ജനിച്ച വിവരവും ജീവിച്ചിരിക്കുന്നെന്ന വിവരമൊക്കെ ഞാൻ അറിഞ്ഞത് ഈ അടുത്ത കാലത്താണ്. 1 വർഷമേ ആയിട്ടുള്ളൂ. ബാലചന്ദ്രനാ എന്നെ തേടി പിടിച്ചു വന്നു എൻ്റെ മകളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. അത്ര പോലും നന്ദിയോ ദയോ നിന്റെ ഏട്ടന്മാരോ നിന്റെ അച്ഛനോ നിന്നോട് കാണിച്ചോ? ഇല്ലല്ലോ. അയാൾ നിന്റെ ഭർത്താവാ. എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് പോലും നിന്റെ മകളെ അദ്ദേഹം ദ്രോഹിച്ചില്ല, ചേർത്ത് നിർത്തി. അപ്പോഴും സ്വന്തം മകളാണെന്നറിയാതെ താൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? ഇപ്പോൾ ഞാൻ പറയുന്നു, ഈ നിൽക്കുന്ന അലീന നമ്മുടെ മകളാ. നീ ആഗ്രഹിച്ച് പ്രസവിച്ച നിന്റെ മകള് എന്ന് പറയുമ്പോൾ അലീനയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ശക്തിയില്ലാതെ തല കുനിച്ചു പോവുകയാണ് വൈജയന്തി. ആ സമയം വൈജയുടെ അടുത്തേക്ക് വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലീന ചേർത്ത് പിടിക്കുന്നുണ്ട്. വൈജയ്ക്ക് തന്നോട് തന്നെ കുറച്ചിൽ തോന്നാണ്. താൻ എത്ര ദ്രോഹിച്ചിട്ടും തൻ്റെ മകൾ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന കാര്യം അവൾക്ക് മനസ്സിലാകുകയും ചെയ്യാണ്. എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയെയും വേണം. നിങ്ങളുടെ കൂടെ ഓരോ ദിവസമെങ്കിലും ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പപ്പ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എന്നെ അറിയാതെ പോയ ഈ അമ്മയെ ഓർത്ത് ഞാൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഈ പപ്പ പറഞ്ഞെങ്കിലും അമ്മയ്ക്ക് എന്നെ മനസ്സിലായോ? ഞാൻ അമ്മയുടെ മോളാ. വൈജയന്തി അവളുടെ 2 കവിളിലും ചേർത്ത് പിടിച്ചോണ്ട് പൊട്ടിക്കരയാണ്. മോളെ, ഈ അമ്മയോട് ക്ഷമിക്കെന്ന് പറഞ്ഞ്. എന്നാൽ അലീന തൻ്റെ അമ്മ തന്നോട് ക്ഷമ ചോദിക്കുന്നത് സഹിക്കാനാവാതെ അമ്മയുടെ വായിൽ കരികിൽ കൈവെക്കുന്നുണ്ട്. എന്നോട് ക്ഷമ ചോദിക്കരുത്. അതിന് മാത്രം അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അമ്മ അനുഭവിച്ച വേദനയും യാതനയും എനിക്കറിയാം. എല്ലാവരും ചതിച്ചതാ. അമ്മയും എന്നെയും അച്ഛനെയും എല്ലാവരും കൂടെ ചതിച്ചതാണ്. അതിന് കാരണക്കാർ ഒരിക്കലും എൻ്റെ അമ്മയല്ല എന്ന് പറഞ്ഞ് ഗംഗാധരൻ മേനോൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് നേടി?
ഞങ്ങളെ 3 പേരെ 3 വഴിക്കാക്കിയിട്ട് നിങ്ങൾ എന്താ നേടിയത്? കുടുംബത്തിൻ്റെ അഭിമാനവും അന്തസ്സുമാണോ നിങ്ങൾ നേടിയത്? 22 വർഷം അച്ഛൻ്റെ കൂടെ ഈ അമ്മ ജീവിച്ചപ്പോഴും അമ്മയ്ക്ക് എന്തെങ്കിലും മനസ്സമാധാനം അച്ഛന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ പാവം മനുഷ്യൻ്റെയും ജീവിതം നിങ്ങൾ തകർത്തെറിഞ്ഞില്ലേ? നിങ്ങൾക്കൊക്കെ സ്വസ്ഥയും സമാധാനവും ഞങ്ങളാ നീതി കിട്ടാതെ പോയതെന്ന് പറഞ്ഞ് ഗംഗാധരൻ്റെ മേനോൻ്റെ മുന്നിലേക്ക് വിരൽ ചൂണ്ടാണ് അലീന. അലീനയുടെ വാക്കുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ ഗംഗാധരൻ മേനോൻ തല താഴ്ത്തുന്നുണ്ട്. എനിക്ക് ഒരേ ഒരു ദിവസം നിങ്ങളുടെ 2 പേരുടെയും മകളായി ഒരുമിച്ചൊരു വീട്ടിൽ കഴിയണമെന്നുണ്ട്. ആ ആഗ്രഹം ഒരിക്കലും നടക്കില്ലെന്ന് എനിക്കറിയാം. എന്നാലും അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു പോവാണ് എന്ന് അലീന പറയുന്നുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഒന്നുമില്ല, മനസ്സിലെ ധൈര്യം ബലപ്പെടുത്തിയെടുക്കണം, അമ്മക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് എപ്പോഴും അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കാട്ടോ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ പഴയ ലെവലിലേക്ക് വരുന്നുണ്ട് വൈജയന്തി. അപ്പോഴേക്ക് അലീനയെ കാണണമെന്ന്, അവൾക്ക് എപ്പോഴും തൻ്റെ കൂടെ ഉണ്ടാവണമെന്നും അവൾ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ രോഹിത്തിനും കൃഷ്ണമോൾക്കും ബബിതയ്ക്കെല്ലാം ഇപ്പോൾ സത്യം അറിയാം. തൻ്റെ അമ്മയ്ക്ക് വിവാഹത്തിന് മുമ്പേ ഒരു പ്രണയം ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ചതിച്ച് ആ വിവാഹം നടത്താതെ കുഞ്ഞിനെ പോലും ഉപേക്ഷിക്കേണ്ടി വന്ന അമ്മയുടെ അവസ്ഥ അവർക്ക് 3 പേർക്കും നന്നായി മനസ്സിലാവുന്നുണ്ടായിരുന്നു. അമ്മയല്ല അവിടെ തെറ്റിക്കാരെന്നും അമ്മയുടെ അച്ഛനും ആങ്ങളമാരുമാണ് അമ്മയെ ചതിച്ചതെന്ന കാര്യവും ഈ 3 മക്കൾക്കും ബോധ്യപ്പെട്ടിരുന്നു കേട്ടോ. അങ്ങനെ അമ്മയ്ക്ക് ഇനിയെങ്കിലും ഒരു ജീവിതം വേണം. അച്ഛന് എന്തായാലും മരിച്ചു, അച്ഛന് ഒരിക്കലും ഇതൊന്നും ഇഷ്ടപ്പെടില്ല. ബാലചന്ദ്രൻ മരിച്ചിട്ടുണ്ടാവും കേട്ടോ. എന്നാലും അലീന ചേച്ചിക്ക് വേണ്ടി അവരും അതിന് സമ്മതിക്കുക. സ്റ്റാലിനുമായിട്ടുള്ള വൈജയുടെ വിവാഹം, ഈ കാര്യം 3-4 മക്കളും കൂടെ ചേർന്ന് അമ്മയോട് സംസാരിക്കുക. അമ്മ ജീവിച്ച ജീവിതമൊക്കെ ഞങ്ങൾക്കറിയാം. അമ്മ എത്രമാത്രം അലീന ചേച്ചിയുടെ പപ്പയെ സ്നേഹിച്ചിരുന്നു ഞങ്ങൾക്കറിയാം. ഇപ്പോൾ അമ്മയോട് ഒരു കാര്യം ആവശ്യപ്പെടാനാണ് ഞങ്ങൾ വന്നത്. അലീന ചേച്ചിയുടെ പപ്പയൊത്ത് ഒരുമിച്ചൊരു ജീവിതം വേണം. അമ്മക്ക് അധിക പ്രായമൊന്നുമില്ലല്ലോ. കുറച്ച് കഴിഞ്ഞാൽ രോഹിയേട്ടൻ വിദേശത്തേക്ക് ജോലിക്കായിട്ട് പോവും. എൻ്റെയും കൃഷ്ണമോളുടെയും വിവാഹം കഴിയും. പിന്നെ അമ്മയ്ക്കൊരു കൂട്ടുവേണ്ടേ? എന്താടി നിങ്ങൾ പറയുന്നു വരുന്നത്? അതെ, ആലിയ ചേച്ചിയുടെ പപ്പയും അമ്മയും ഒരിക്കലും ഒരുപാട് സ്നേഹിച്ചവരല്ലേ നിങ്ങൾ 2 പേരും. നിങ്ങൾ ഇനിയെങ്കിലും ഒരുമിച്ച് ജീവിക്കേണ്ടേ? എല്ലാവരുടെയും വാശിക്കു മുമ്പിൽ 2 പേരും വേർപിരിഞ്ഞതല്ലേ? ആ ഒരു സ്നേഹം പൂർത്തിയാക്കേണ്ടേ ഈ ജന്മത്തിലെങ്കിലും? ബബിതയുടെ ചോദ്യം കേട്ട് നെട്ടിത്തെറിച്ച് നിൽക്കാണ്. അതുപോലൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല വൈജ. അങ്ങനെ അലീനയുടെയും ആഗ്രഹം അത് തന്നെയായിരുന്നു. അലീനയും വൈജയോട് സംസാരിക്കുന്നുണ്ട്. ഒരുവിധം വൈജ തൻ്റെ മക്കൾക്ക് വേണ്ടി അതിന് സമ്മതിക്കാണ്. സ്റ്റാലിനുമൊത്തുള്ള ഒരു ജീവിതം അവൾ ഒരുപാട് സ്വപ്നം കണ്ടതാണ് ആ ജീവിതം. പക്ഷേ ഇപ്പോൾ ബാലചന്ദ്രൻ മനസ്സിൽ നിറഞ്ഞു നിൽക്കാണ്. ബാലചന്ദ്രനോട് ചെയ്ത അനീതിയോർത്ത് വൈജയ്ക്ക് വല്ലാതെ കുറ്റബോധം നേറുന്നുണ്ട്. അന്ന് രാത്രി വൈജ ഒരു സ്വപ്നം കാണാണ്. വൈജെ, നിന്നോട് എനിക്ക് യാതൊരു ദേഷ്യവുമില്ല. നീ ഒരുപാട് സ്വപ്നം കണ്ട ജീവിതമാ അത്. നമ്മുടെ അലീന മോൾക്ക് വേണ്ടി നീ സാധിച്ചു കൊടുക്കണം. ഒരു ദിവസമെങ്കിലും ആ പാവം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിക്കട്ടെ. 24 വർഷം അവളൊരു അനാഥയായി കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും അവൾക്ക് നീ ഒരച്ഛനെയും അമ്മയും കൊടുക്കണം. എന്നെ നീ ഓർക്കേണ്ട. അടുത്ത ജന്മവും ഈ വൈജയെ സ്വീകരിക്കാനായിട്ട് ഈ ബാലചന്ദ്രൻ ഉണ്ടാവും. ആ സ്വപ്നത്തിൽ നെട്ടിയുന്ന വൈജ ഒരു തീരുമാനം എടുക്കുക. മക്കളുടെ ആഗ്രഹപ്രകാരം താൻ സ്റ്റാലിൻ്റെ ഭാര്യയാവാൻ. അങ്ങനെ അപ്പോൾ എല്ലാവരും ചിന്തിക്കും, സ്റ്റാലിൻ്റെ ഭാര്യയും മക്കളും അപ്പോൾ എവിടെയെന്ന്. സ്റ്റാലിൻ്റെ ഭാര്യയെയും മക്കളെയൊക്കെ നന്നാക്കി അലീന ആ മക്കളെയൊക്കെ അച്ഛൻ്റെ സ്നേഹമുള്ള മക്കളാക്കി മാറ്റിയിട്ടുണ്ടാവും. പക്ഷേ തൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തെയും വീട്ടുകാരും പറഞ്ഞതനുസരിക്കല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല. സ്റ്റാലിനെ എപ്പോഴും കുറ്റപ്പെടുത്തുകയും ആ ബന്ധം വേർപിടുത്തുകയും ചെയ്യാൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും അവർ റീത്തമ്മ എന്നിട്ട് അവരുടെ പേര് അവർ അതിൽ നിന്ന് തയ്യാറല്ല. സ്റ്റാലിൻ്റെ ഡിവോഴ്സ് വാങ്ങി പോയിട്ടുണ്ടാവും. അതോടുകൂടി സ്റ്റാലിനും ഫ്രീ ആയിരിക്കും. അങ്ങനെ ഈ മക്കളുടെ എല്ലാം സാന്നിധ്യത്തിൽ സ്റ്റാലിനും വൈജയും അവർ പ്രണയിച്ച ആ ഒരു വീണ്ടും പ്രണയകാലം പൂവിടാട്ടോ. ഇത്രയും വർഷം അകന്ന് ജീവിച്ചെങ്കിലും ഒടുവിൽ അവർ ഒരുമിക്കാണ്. ഒരു പള്ളിയിൽ വെച്ച് ചെറിയൊരു മിന്നുകെട്ട് സ്റ്റാലിൻ വൈജയുടെ കഴുത്തിൽ മിന്നിക്കെട്ടുകയാണ് കേട്ടോ, എല്ലാ മക്കളെയും സാക്ഷിയാക്കിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊരു അടിപൊളി ഒരു സീൻ തന്നെയാട്ടോ. ഒടുവിൽ ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് അതാണ് വരുന്നത്. സ്റ്റാലിനും വൈജയും ഒരുമിക്കുന്നു. ബാലചന്ദ്രൻ്റെ മരണത്തോടു കൂടി ഇവർ 2 പേരും ഒരുമിക്കാണ് സുഹൃത്തുക്കളെ. അതേപോലെ തന്നെ ഈ മറ്റുള്ളവർക്കൊക്കെ നോക്കി നിൽക്കാനേ കഴിയുള്ളൂ. ഇത്രയും കാലം അവരെ വേർപിരുത്തി അവർ 2 പേരും 2 വഴിക്കായി അവരെല്ലാം തല കുനിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.